പെട്ടിയും കിടക്കൊക്കെ എടുത്ത് എങ്ങോട്ടാണെന്ന് ഞാൻ പിന്നെ പറയാം. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ ബെഡ്റൂമിൽ വിൻഡോ ഉണ്ടല്ലോ, അത് ഞാൻ ആദ്യമായിട്ടാണ് തുറക്കുന്നതല്ല തുറക്കാൻ പഠിച്ചതെന്ന് വേണം പറയാം. അതിന്റെ ഒരു സംഗതികളൊക്കെ ഞാൻ പഠിച്ചെടുത്ത് ഇപ്പഴാണ്. തേട നോക്കിക്കേ, അപ്പുറത്തെ വീട്ടുകാർക്ക് കളിക്കോ ഊഞ്ഞാലും പിന്നെ വേറെ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡ് വേറെ ദിവസം കാണിക്കാമേ, നമുക്കും ഉണ്ട് ഊഞ്ഞാലൊക്കെ. ഞാനാണെങ്കിൽ കുറെ ആഗ്രഹിച്ചു വാങ്ങിയതാണ് ഈ ഡയറി. ജേർണലിങ്ങിനൊന്നും അല്ല, എനിക്കാണെങ്കിൽ ഭയങ്കര മറവിയാണ്. എവിടെയെങ്കിലും ഒക്കെ കൊണ്ടൊരു പാസ്വേഡ് ഇട്ടാ അത് എന്നെ കബഡി ഇറത്തി നോക്കി കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ സകല കാര്യങ്ങളും ഞാൻ മറക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഡയറിയിലാണ് എഴുതി വെക്കാറില്ല. ചേട്ടന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ട്രെയിനിന്റെ ശബ്ദമാണെങ്കിൽ ഇവിടെ നമുക്ക് എപ്പോഴും പ്ലെയിനിന്റെ ശബ്ദം കേട്ടോണ്ടിരിക്കാം. അങ്ങനെ പറഞ്ഞു വന്നത്, ഇപ്പൊ ഞാൻ എവിടെ പോയാലും എന്റെ ഒരു ഡയറി ഉണ്ടാവാറുണ്ട്. പാസ്വേഡ്സ് ഒക്കെ പോട്ടെ, ഞാൻ ഇന്നവരെ കഴിച്ചിട്ടുള്ളതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫുഡിന്റെ ലിസ്റ്റ് വരെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഈ കാണുന്നുണ്ടല്ലോ ആർട്ട് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്ക് അയച്ചതാണ്. എടാ നിങ്ങൾ എന്നെ നോക്കിക്കേ, എന്ത് ഭംഗിയായിട്ട് എല്ലാവരും ചെയ്തിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം എഫേർട്ട് ഇട്ട് ഓരോ ചെയ്തിരിക്കുന്നതെന്ന്. ആ എംബ്രോയിഡറി ആണെങ്കിലും റെസിനും ഒക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബർത്ത്ഡേക്ക് ആനിവേഴ്സറിക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ ഇത്രയും ക്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങൾ വേറെ ഉണ്ടാവില്ല. ഞാൻ എന്തായാലും ആർട്ട് സ്റ്റുഡിയോയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇവിടെ കൊടുക്കാമേ. നിങ്ങൾ കയറി നോക്കി എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ എന്റെ കയ്യിലുള്ള പോലത്തെ ഡയറി ആണെങ്കിൽ അത് ഞാൻ മുകളിൽ ടാഗ് ചെയ്തേക്കാമേ, അതോടെ കയറി നോക്കിക്കോ.